ഇവിടെ ഇപ്പോൾ വലിയൊരു വിവാദം കത്തി നിൽക്കുകയാണ്. അത് കേരള ഗവൺമെൻറ് ഒരു കണക്ക് കേരള ഹൈക്കോടതി ഹാജരാക്കി. അതായത് വയനാട് ദുരന്തത്തിൽ ചെലവഴിച്ച തുകയുടെ സംബന്ധിച്ചിടത്തോളം അതിപ്പോൾ ചെലവഴിച്ച തുകയല്ല, അത് എസ്റ്റിമേറ്റ് ആണ്, മുൻകൂട്ടി എഴുതിയാണെന്നൊക്കെ ഇപ്പോൾ പറയുന്നുണ്ട്. നമ്മുടെ മന്ത്രി ശ്രീ രാജൻ്റെയൊക്കെ പ്രസ്താവന ഇന്ന് വന്ന് ഞാൻ കണ്ടു. പക്ഷേ ഹൈക്കോടതി എഴുതി കൊടുത്തേക്കുന്ന ആക്ച്വൽ കോസ്റ്റ് എന്ന് പറഞ്ഞ് തന്നെ എഴുതി കൊടുത്തേക്കാണ് ചിലവാക്കിയ തുക. ആ ചിലവാക്കിയ തുക കണ്ടാൽ നമ്മൾ ഞെട്ടിപ്പോവും. പിന്നെ നമ്മുടെ രാജ്യത്തും നമ്മുടെ ഈ സംസ്ഥാനത്തും ഒന്നും ഇതൊരു ഒരു ഒരു പുതുമയല്ല ഉള്ളൊരു കാര്യമല്ല. കാരണം നമുക്ക് രാജ്യത്തിന് വേണ്ടി ജീവൻ ബലിയർപ്പിച്ച് വീരമൃത്യു അടഞ്ഞിട്ടുള്ള സൈനിക സഹോദരങ്ങൾക്ക് അവരുടെ ശവശരീരം മൃതശരീരം നാട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി വാങ്ങിയ ശവപ്പെട്ടി ഉണ്ടല്ലോ, അതിൽ നിന്ന് കമ്മീഷൻ വാങ്ങിച്ച നാടാണ് നമ്മളത്. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് പറയുമ്പോൾ നമുക്ക് അതുമായിട്ട് തട്ടിക്കഴിക്കുമ്പോൾ ഇത് നോക്കുമ്പോൾ ഇതൊന്നും അല്ല. ഇത് ഇവിടെ നോക്കിയപ്പോൾ എന്താണെന്നറിയോ, ഒരു ദുരന്തം ഉണ്ടായി. ആ ദുരന്തം എന്ന് പറയുന്നത് സർക്കാരിൻ്റെ ധനക്കമ്മിയെ മറികടക്കാനുള്ള ഒരു ഉപാധിയായിട്ട് മാറ്റുമ്പോൾ, അതിനുവേണ്ടി ഒരു ശ്രമം അങ്ങ് നടത്തുമ്പോൾ, അല്ലെങ്കിൽ അത് അഴിമതിക്ക് വഴിയൊരുക്കാനുള്ള ഒരു ശ്രമം നടത്തുമ്പോൾ അവിടെ നിസ്സഹായരായി പോകുന്നത് ആരാണെന്നറിയോ? ഈ ഉടുതുണിക്ക് മറുതുണിയില്ലാതെ എല്ലാം നഷ്ടപ്പെട്ട് ഒന്നുമില്ലാതെ ഭാവിയെ തുറിച്ചു നോക്കിക്കൊണ്ട് നിൽക്കുന്ന ഈ പാവപ്പെട്ട വയനാട്ടിലെ ജനങ്ങളെയാണ് ദുരിതത്തിലാക്കുന്നത്. അവർക്കെതിരെയാണ് ഇതൊക്കെ ചെയ്യുന്നത്. അല്ലാതെ ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും എതിരെയും നമുക്ക് പറയാൻ പറ്റത്തില്ല. ആ രീതിയിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ദുരിതാശ്വാസ നിധിയിലെ തുക മുമ്പ് ചെലവഴിച്ചതിനകത്തൊക്കെ ഒരുപാട് പോരായ്മകൾ വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഞാനും പറഞ്ഞിട്ടുണ്ട്. ആ പോരായ്മ എന്നൊക്കെ പറഞ്ഞാൽ അതിന് കേസെടുത്തിട്ടുണ്ട്. അത് പലപ്പോഴും ഈ ഭരിക്കുന്ന പാർട്ടിയുടെ ആളുകൾക്കെതിരെ തന്നെയാണ് ഈ കേസെടുത്തേക്കുന്നത്. കാരണം ഈ പണം കണ്ടു കഴിഞ്ഞാൽ ഇത് കഴുകന്റെ സ്വഭാവമല്ലേ ഈ കാണിക്കുന്നത്. അത് ആലോചിച്ചാൽ മതി. ശവശരീരം കൊത്തിവലിച്ച് തിന്നുന്ന കഴുകൻ, അതല്ലേ എവരും, അല്ലാതെ വേറെ എന്തെങ്കിലും ചെയ്യുമോ? ഇതിന്ന് പണം എടുത്ത് തിന്നുന്നവന്മാരെ ഒന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഈ ആക്ച്വൽ കോസ്റ്റായിട്ട് ഇവർ എഴുതി വെച്ചേക്കുന്നത്, ഇനി അത് ചുമ്മാതെ ഇത് ഈ ഒരു പെരുപ്പിച്ച കണക്ക് കേന്ദ്രത്തിന് കൊടുത്താലേ വല്ലതും കിട്ടുള്ളൂ എന്നൊക്കെ പറയുന്ന ന്യായം കുറെ പറയാം. അപ്പൊ പിന്നെ അത് സത്യവുമാണ് ഒരർത്ഥത്തിൽ. ഒരു കണക്കും കൊടുക്കാതെ കാശ് കൊടുക്കുന്നുമുണ്ട്. ഇപ്പൊ ബീഹാറിന് 16,000 കോടി രൂപയാണ് കൊടുത്തത്. അത് എന്തോ കണക്കിന്റെ പുറത്താണ്. ഒരു ആന്ധ്രയ്ക്ക് കാശ് കൊടുത്തു, അതെന്തോ അസസ്മെന്റിന്റെ പുറത്താണ്. ഒന്നുമില്ല, അത് രാഷ്ട്രീയ ബലമാണ്. അതാണ് കാര്യം. കാരണം കുർസി ബച്ചാവോ എന്നുള്ള പ്രിൻസിപ്പിൾ വരുമ്പോൾ കസേര സംരക്ഷണത്തിന് ഇത് വേണ്ടിവരും. പക്ഷെ കേരളത്തിനോട് കാണിക്കുന്ന ഒരു ഹിറ്റമനയം എന്ന് പറയുന്നുണ്ടല്ലോ, വളരെ വലുതാണ്. ബഹുമാന്യനായ പ്രധാനമന്ത്രി വന്ന് കണ്ണീരൊഴുക്കി ഇവിടെ കെട്ടിപ്പിടിച്ചിട്ടൊക്കെ പോയല്ലോ. പക്ഷേ ഇന്ന് വരെ 1 രൂപ ഈ സംസ്ഥാനത്തിന് കൊടുത്തിട്ടുണ്ടോ? ഇതിൽ അവർ കണക്ക് കൊണ്ടുവരട്ടെ എന്നൊക്കെ പറഞ്ഞാൽ ആദ്യമെങ്കിലും ഒരു പ്രിലിമിനറി ആയിട്ടെങ്കിലും മുൻകൂറായിട്ട് കുറെ പണം ഈ കണക്കിൻ്റെയൊക്കെ മുമ്പേ തന്നെ കേന്ദ്ര ഗവൺമെന്റിന് കൊടുക്കാമല്ലോ. കാരണം ഇത്രത്തോളം ജീവൻ നഷ്ടപ്പെട്ടതാണ്. 1000-ൽ പരം ആളുകൾ കൊല്ലപ്പെട്ടു. അതേപോലെ എല്ലാവരും ഭവനം ഇല്ലാതായി, നശിച്ചുപോയി. 2 ഗ്രാമങ്ങൾ ഒഴുകിപ്പോയി. ശരീരഭാഗങ്ങളായിട്ട് തന്നെയാണ് ഒരുപാട് പേരെ തിരിച്ചു കിട്ടിയിട്ടുള്ളത്. കിട്ടിയേക്കുന്നതെല്ലാം ശവസംസ്കാരം നടത്തി. അപ്പോൾ ഇത് കേന്ദ്ര ഗവൺമെന്റ് അറിയാൻ വയ്യാത്ത കാര്യമല്ല. ഇതിന് പണം കൊടുക്കണം, പണച്ചെലവുള്ളതാണ് എന്നറിയാൻ വയ്യാത്തതുകൊണ്ടല്ല. അപ്പോൾ ഈ പണം അതിന് നിർബന്ധമായിട്ടും കേന്ദ്ര സഹായം എന്ന രീതിയിൽ ആദ്യത്തെ ഒരു ഗഡുവായിട്ടെങ്കിലും കൊടുക്കാമായിരുന്നല്ലോ. അതൊന്നും കൊടുക്കാതെ നിശബ്ദമായിട്ടിരിക്കുക എന്ന് പറയുന്നത് കേരളത്തോട് കാണിക്കുന്ന ഏറ്റവും വലിയ അവഗണനയല്ലേ. പിന്നെ ഇതിനൊരു മറുവശം കൂടെ ഉണ്ട്. ഇവർ മുഴുവൻ കള്ളത്തരമാണ് പറയുന്നതെന്നും ഈ കള്ളക്കണക്ക് കൊടുത്താണ് ഇത് ഞങ്ങളെ പറ്റിക്കാൻ പോകുന്നതെന്നും അതുകൊണ്ട് ശരിയായ കണക്ക് വന്നിട്ട് തരത്തുള്ളെന്നും അവർ പറഞ്ഞാൽ അതിന് നമുക്ക് എന്തെങ്ങനെ കുറ്റം പറയാൻ പറ്റുന്നത്? ഇപ്പം നമ്മളൊന്ന് തിരിച്ചറിഞ്ഞോളൂ ഇതിനകത്ത്. അതായത് ഈ 359 ശവശരീരങ്ങൾ എന്ന് പറയുന്ന മൃതദേഹങ്ങൾ, അതും ശരീരഭാഗങ്ങളും ഒക്കെ ആയിട്ട് സംസ്കരിക്കപ്പെട്ടു. ആ ഓരോന്നിനും ഈ ശവസംസ്കാരത്തിന്റെ കോസ്റ്റായിട്ട് ചോദിച്ചേക്കുന്നത് 75,000 രൂപ വരും. ഇതാണ് ഒരെണ്ണത്തിന് 75,000 രൂപ. ഇതിൽ ഏതാണ്ട് 150ഓളം ശവശരീരങ്ങൾ, മൃതദേഹങ്ങൾ സംസ്കരിച്ചേക്കുന്നത് സേവാഭാരതി സംസ്കരിച്ചിട്ടുണ്ട്. അവർ പൈസയൊന്നും വാങ്ങിയിട്ടില്ല. ജമാഅത്തുകൾ സംസ്കരിച്ചിട്ടുണ്ട്, അതായത് അത് മയ്യത്ത് ഖബറടക്കിയിട്ടുണ്ട്, അതിനൊന്നും പണം ചോദിച്ചിട്ടില്ല. അതേപോലെ തന്നെ CSI അവർ ചെയ്തിട്ടുണ്ട്. പിന്നെ മൃതദേഹങ്ങൾ ഇവിടുന്ന് കൊണ്ടുപോയിട്ടുണ്ട് വെളിയിലേക്ക്.
കർണാടകയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്, അത് തമിഴ്നാട്ടിലേക്ക് എവിടേക്കോ കൊണ്ടുപോയിട്ടുണ്ട്. അവരാരും പണം ചോദിച്ചിട്ടില്ല, പണം കൊടുത്തതിന്റെ ഇതുമില്ല. അതിനും ഈ 75,000 രൂപയാണ് കണക്ക്. അപ്പൊ നോക്കിക്കോളൂ, ഒരു അതാ ഞാൻ പറഞ്ഞേ, ഇത് കഴുകന്റെ കണക്കാണ്. കഴുകന്റെ കണക്ക്, ശവശരീരം കൊത്തിവലിക്കുന്ന കഴുകന്റെ കണക്ക് എന്ന് പറയുമ്പോൾ അതിലാരെയും കുറ്റം പറയാൻ ഒക്കത്തില്ല. ഇത് പറയാതിരിക്കാൻ നിവർത്തിയില്ല. ഈ കണക്ക് കണ്ടുകൊണ്ട് അവർ പണം കൊടുക്കൂ. അപ്പോൾ പറയാം, അത് നിങ്ങൾ ശരിയായി കണക്ക് കൊണ്ടുപോവാ എന്ന് പറഞ്ഞാൽ ഈ കണക്ക് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കണം. പണമൊന്നും കിട്ടാൻ പോകുന്നില്ല. ഈ നഷ്ടം വരുന്ന ആരൊക്കെയാണ്? ഈ സംസ്ഥാനത്തിനാണ്. ഈ പാവപ്പെട്ട ജനങ്ങൾ, ഞാൻ പറഞ്ഞില്ലേ, നിസ്സഹായരായിട്ട് നിൽക്കുന്ന ഈ ജനങ്ങളുണ്ടല്ലോ, അവിടുത്തെ ഈ അഫക്റ്റഡ് ആയിട്ടുള്ള അവർക്കാണ്. ഇപ്പൊ ഇതിനകത്ത് ഒരുപാട് കണക്കുകൾ, അതായത് വരുമ്പോൾ ആ കണക്കിനെ കുറിച്ചൊന്നും ഞാൻ വിശദമായിട്ട് ഞാൻ പറയുന്നില്ല. അവിടെ അതായത് വസ്ത്രങ്ങളൊക്കെ ഇവിടുന്ന് ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് കൊടുത്തയച്ച വിവരം എനിക്കറിയാം. അവസാനം പറഞ്ഞു, നമ്മുടെ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് തന്നെ അത് പറഞ്ഞു, ഒരു ഒരു റിക്വസ്റ്റ് വന്നു, ആരും തുണിയൊന്നും കൊടുത്തയക്കരുത്, അവിടെ ഇനി സ്ഥലമില്ല കീപ്പ് ചെയ്യാൻ, ആവശ്യം പോലെ ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷേ അങ്ങനെയുള്ള സ്ഥലത്ത് തുണിക്ക് കോടിക്കണക്കിന് രൂപ എഴുതി വാങ്ങിച്ചേക്കുന്നത് ഇതിനകത്ത് ക്ലെയിം ചെയ്തേക്കുന്നത് കണ്ടു. ആഹാരം, ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ്സ് അസോസിയേഷൻ ഉണ്ടല്ലോ, അവര് സൗജന്യമായിട്ട് ക്യാമ്പുകളിലൊക്കെ ഫുഡ് കൊടുത്തു. അതിനെല്ലാം ഇതുപോലെ കോടിക്കണക്കിന് രൂപയാണ്, അതായത് 9 കോടിയും 10 കോടിയും ഒക്കെയാണ് ഇതിനകത്ത് ഇങ്ങനെ ക്ലെയിം ചെയ്ത് വെച്ചേക്കുന്നത്. അതൊക്കെ വരുന്ന ഉടനെ ഉണ്ടല്ലോ, ഈ ആക്ച്വൽസ് അല്ല, ഇനി ആക്ച്വൽ കണക്ക് വരാനുള്ളതുള്ളൂ. എംബലിഷ് ചെയ്ത ഒരു വെർഷൻ ഞങ്ങൾ അയക്കുകയാണ്, അത് കൊടുത്തതാണ്. കാരണം എന്നാലേ കേന്ദ്ര ഗവൺമെന്റിന് കിട്ടുള്ളൂ. അപ്പോൾ സത്യസന്ധമായ ഒരു കണക്ക് കൊടുക്കാതെ ഈ കേന്ദ്ര ഗവൺമെന്റിനോട് ഈ കള്ളം പറയേണ്ട കാര്യം എന്തുവാ? ഒന്നും പറയാതെ അവർ വേറെ ഓരോ സംസ്ഥാനത്ത് കൊടുക്കുന്നുള്ള കാര്യം ശരിയാണ്. പക്ഷേ അത് കണ്ടുകൊണ്ട് ഇവിടെ ഇങ്ങനെ കൊടുത്തുകൊണ്ട് കാര്യമുണ്ടോ? ഈ സംസ്ഥാനത്തോട് ഒരു ചിറ്റമ നയം തന്നെ ഉണ്ടെന്നുള്ളതിന് ഒരു സംശയമില്ല. വൈരനിര്യാതന ബുദ്ധിയോടുകൂടിയാണ് കേന്ദ്ര ഗവൺമെന്റ് ഈ സംസ്ഥാനത്തിനോട് പെരുമാറുന്നെന്നുള്ളതിന് ഒരു സംശയം വേണ്ട. പക്ഷെ അതൊക്കെ ഉണ്ടെങ്കിൽ പോലും അത് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. പക്ഷെ കൊടുക്കുമ്പോൾ ഉള്ള കണക്ക് ക്രെഡിബിലിറ്റി നഷ്ടപ്പെടുന്ന വിധത്തിലുള്ള കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ തന്നേക്കുന്നതെല്ലാം കള്ളക്കണക്കാണ്, ഇത് പെരുപ്പിച്ച് കാണിച്ചേക്കുന്നതാണ് എന്ന് പറയാൻ പോയി കഴിഞ്ഞാൽ അവർക്ക് പറയാനുള്ള ഇട കൊടുക്കുക എന്ന് പറയുന്നത് വളരെ വലിയ വിഡ്ഢിത്തമല്ലേ കാണിച്ചേക്കുന്നത്. ഇംഗ്ലീഷിലൊരു ചൊല്ലുണ്ട്, പ്ലേസിങ് എ ലാഡർ ഫോർ ദ മങ്കി ടു ക്ലൈം. അതായത് കയറാനിരിക്കുന്ന കുരങ്ങിന് ഏണി ആര് കൊടുക്കാന്ന്. കാരണം എങ്ങനെ ഇത് ഡിനേ ചെയ്യണം എന്ന് ആലോചിച്ച് റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന കേന്ദ്ര ഗവൺമെന്റ്, അവർക്ക് കുരങ്ങ് എങ്ങനെയായാലും കയറും, അതിന് ഏണിയും കൂടെ ചാരി കൊടുത്താലോ എന്ന് പറഞ്ഞാണ് ഇവിടെ നടന്നേക്കുന്നത്. അപ്പോൾ അവർക്ക് ഇത് പറയാനുള്ള ഇട കൊടുക്കേണ്ട കാര്യമുണ്ടായിരുന്നു ഈ സർക്കാർ. എന്നിട്ട് തന്നെ ഒരു മന്ത്രി തന്നെ പറഞ്ഞേക്കാണ്, ഇത് ശരിയായ കണക്കല്ല, ശരിയായ കണക്ക് ഞങ്ങൾ പുറത്തു വിടുമെന്ന്. ഞങ്ങൾ പുറത്തു വിടട്ടെ ശരിയായത് എന്താണെന്ന്. ഈ കള്ളക്കണക്ക് എഴുതി വെക്കുകയാണോ വേണ്ടത്? ഇത് എഴുതി വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കള്ളത്തരം കാണിക്കുകയാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ക്രെഡിബിലിറ്റി ഇല്ലാതെ പോകുമ്പോൾ ഞാനില്ല പറഞ്ഞതുപോലെ ഇത് കയറാനിരിക്കുന്ന കുരങ്ങിന് ഏണിയാരി കൊടുക്കുന്നത് ആ രീതിയായി. അതാണ് സംഭവിച്ചേക്കുന്നത്. അത് എന്തായാലും ആശാസ്യമായ ഒരു കാര്യമല്ല. ബാക്കിയുള്ള കണക്കുകളിലേക്ക് ഞാൻ പോകുന്നില്ല. എല്ലാ കണക്കും എടുത്തു നോക്കിയാൽ അത് കള്ളത്തരമാണെന്ന് കണ്ടു, അത് ഉറപ്പാണ്. ഇനി ഇതെല്ലാം വാങ്ങി ഇപ്പൊ തന്നെ ഏതാണ്ട് 350 കോടിയിൽ പരം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ, അത് കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോഴും ആളുകൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് കൊടുക്കട്ടെ, നല്ല കാര്യമാണ്, കൊടുക്കണം. ആ പണം നല്ല രീതിയിൽ ചെലവാക്കുന്നു എന്നുള്ളതും കൂടെ വെളിയിൽ വരണം. അല്ലാതെ ആരുടെയെങ്കിലും സ്വർണം പണയമെടുക്കാനോ ഇഷ്ടമുള്ളവർക്ക് വാരി കൊടുക്കാനോ ആയി പോവരുത്. അങ്ങനെ പോവുകയല്ല ഇപ്പോൾ. കാരണം അത് ഇപ്പം മനസ്സിലാക്കേണ്ടത് എന്താണെന്നറിയോ, ഇതൊക്കെ ഒരു ലിറ്റ്മസ് ടെസ്റ്റ് പോലെ സമൂഹത്തിൽ വരുന്നു എന്നുള്ളതാണ്. മാധ്യമങ്ങൾ വളരെ സ്ട്രോങ് ആണ്. അത് സോഷ്യൽ മീഡിയ ആയാലും അല്ലാതെ മറ്റ് പത്ര ദൃശ്യ മാധ്യമങ്ങളായാലും ശരി, വളരെ സ്ട്രോങ് ആണ് ഇവിടെ കേരളത്തിൽ പ്രത്യേകിച്ചും. അപ്പോൾ സുതാര്യതയില്ലാത്ത കാര്യങ്ങൾ അവർ കണ്ടുപിടിക്കും, മനസ്സിലാക്കും. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് പ്രശ്നമാണ്. അത് ജനങ്ങളിലേക്ക് എത്തും. ജനങ്ങളിലെത്തിയാൽ അത് ഈ സർക്കാരിൻ്റെ ഈ കുഴപ്പങ്ങളും കള്ളത്തരങ്ങളും ഒക്കെ വെളിയിലേക്ക് അതിനുള്ള ഇടയുണ്ടാകരുത്. അവിടെ ആഹാരം കൊടുക്കുന്നതിനെ പോയി തടഞ്ഞിട്ടുണ്ട് കേട്ടോ, ഒരു കാര്യവുമില്ലാതെ. എന്നാൽ ക്യാമ്പുകളിലൊക്കെ ഫ്രീ ആയിട്ട് ഫുഡ് ഇഷ്ടം പോലെ കൊടുത്തതാണ്. പക്ഷേ ആ ദുരന്ത മേഖലയിലേക്ക് ആഹാരം കൊണ്ട് സന്നദ്ധ പ്രവർത്തകർ കൊടുക്കാൻ ചെന്നപ്പോൾ അത് തടയുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായി. പിന്നെ അതിന് ഒരു ഉത്തരവ്, അതൊക്കെ പിൻവലിക്കേണ്ടതായിട്ട് വന്നു ആ ഉത്തരവ്. ഇത് നമ്മൾ തിരിച്ചറിയേണ്ടത്, ഇങ്ങനെയുള്ള കണക്കുകൾ എംബലിഷ്മെന്റ്സ് ഇതിനകത്ത് വന്നു കഴിഞ്ഞാൽ
അത് അത് അങ്ങോട്ട് വരുമ്പോൾ അത് വളരെ വലിയ തിരിച്ചടി ഉണ്ടാക്കും. അങ്ങനെ വരരുത്. ക്രെഡിബിലിറ്റി വേണം ഏത് കാര്യത്തിനും കണക്കായിരിക്കണം. അതുപോലെ ഉദ്യോഗസ്ഥർ ഈ ഗവൺമെന്റിനെ വെള്ളത്തിലാക്കാൻ നോക്കി നടക്കുകയാണ് എപ്പോഴും. അതൊന്നും മനസ്സിലാക്കണം ബഹുമാന്യനായ മുഖ്യമന്ത്രി. അദ്ദേഹത്തിന്റെ ഉപദേശകരെയും അദ്ദേഹത്തിന്റെ ഉദ്യോഗസ്ഥരെയും അദ്ദേഹം ഒന്ന് ഒന്ന് നോക്കണം, ശ്രദ്ധിക്കണം. കാരണം പണ്ട് ഒരു ക്ലാർക്ക് റമ്മി കളിച്ചതാണ്. ഇതിന്ന് 3.5 കോടി രൂപ എടുത്ത് റമ്മി കളിച്ചു. എന്നിട്ട് അവൻ്റെ പോക്കിന് പോയി. ഒന്നുമില്ല, അവൻ്റെ ഇന്ന് എന്താ ഈടാക്കാനാ? റമ്മി കളിച്ചു പോയി, തീർന്നു. ഇതാണ് കാര്യം. അപ്പൊ ഈ രീതിയിൽ ഒരു ക്ലാർക്കിന് ചെയ്യാമെങ്കിൽ എത്ര പേർക്ക് ചെയ്യാം? ഇത് ഈ ദുരിതാശ്വാസ നിധിയിലെ തുക ചെലവാക്കുന്നതിനും അതേപോലെ തന്നെ ഇങ്ങനെയുള്ള സഹായങ്ങൾ കിട്ടുന്ന മറ്റ് മേഖലകളായാലും അതിലെല്ലാം സുതാര്യത വേണം എന്നുള്ളത് ഒന്ന് തിരിച്ചറിയുക. ഒരു ധാരാളം ആളുകൾ ഇപ്പോൾ പലരും പണം കൊടുക്കാൻ തയ്യാറാവാത്തത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇപ്പൊ എല്ലാവരും പറയുന്നത് ഞങ്ങൾ അവിടെ ഒരു 10 വീട് വെച്ച് കൊടുക്കാം എന്ന് പറഞ്ഞേക്കാണ്. അതൊന്ന് കോർഡിനേറ്റ് ചെയ്യട്ടെ. എത്ര പേരങ്ങനെ ഓഫർ തന്നിട്ടുണ്ട്? അത് ഏതാണ്ട് അവിടെ ആവശ്യത്തിനുള്ളതിൽ കവിഞ്ഞുള്ള വീടുകളുടെ ഓഫർ ഇപ്പം തന്നെ വന്നിട്ടുണ്ട്. അവിടെ കൊടുക്കണം. അതായത് അത് ഇപ്പോൾ ഞാൻ തന്നെ പ്രസിഡന്റ് ആയിട്ടുള്ള ഗാന്ധി ഭവൻ, ഞങ്ങളെ കോഴിക്കോടുള്ള വസ്തു 18 സെന്റ് വസ്തുവാണെന്ന് 18 എൻ്റെ ഓർമ്മ. അതെ, അത് തന്നെ ഒരു 5 കുടുംബങ്ങൾക്ക് വീട് വെക്കാനായിട്ട് കൊടുത്തിട്ടുണ്ട്. കണ്ണായ സ്ഥലമാണ്, നല്ല സ്ഥലം, ഫ്രീ ആയിട്ട് കൊടുക്കാനായിട്ട് തീരുമാനമായി. അത് അറിയിച്ചിട്ടുമുണ്ട് ഗവൺമെന്റിനെ. അപ്പൊ ഇതുപോലെ ഒരുപാട് പേര് കൊടുക്കാൻ തയ്യാറായി വന്നിട്ടുണ്ട്. ഒരുപാട് പേര് വീട് വെച്ച് കൊടുക്കാൻ തയ്യാറായിട്ടുണ്ട്. അവർക്കൊരു പ്ലാൻ അവരുടെ കയ്യിലോട്ട് കൊടുക്കുക. അതാണ്ട് ഈ പ്ലാൻ അനുസരിച്ച് വേണം. കാരണം ആരും വലുതും ചെറുതും ആയി പോകണ്ട. ഈ പ്ലാൻ അനുസരിച്ചുള്ള വീട് വേണം. ഇത് നിങ്ങൾക്ക് എത്ര വീട് വെക്കാമെന്ന് ചോദിക്കുക. ചിലപ്പോൾ 10 വീട് വെച്ചു കൊടുക്കാമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ആ പ്ലാൻ കാണുമ്പോൾ ചിലപ്പോൾ പറഞ്ഞേക്കും അത് 8 പോകും. എന്നാലും ആവട്ടെ, അത് കിട്ടുന്ന ഒരു കാര്യമല്ലേ, അത് ഈ പാവങ്ങൾക്ക് കിട്ടട്ടെ എന്ന് വിചാരിച്ച് അത് ചെയ്തു കൊടുക്കണം. പിന്നെ അവിടെ വെള്ളം, അതായത് അവിടെ കെട്ടിക്കിടക്കുന്ന വെള്ളം തുറന്നു വിട്ടെന്ന് കേട്ടോ, അതിന് പോലും പണം ചോദിച്ചേക്കാണ്. വെള്ളം തന്നെത്താൻ ഒലിച്ചു പോയതാണ്. അവിടുന്ന് ആരും വെള്ളമൊന്നും തുറന്നു വിടാനൊന്നും പോയില്ല. എവിടെ വെള്ളം കെട്ടിക്കിടന്നത് തുറന്നു വിട്ടത്? ഇവിടെ ഞാൻ മുഴുവൻ കണ്ടോണ്ടിരിക്കുകയായിരുന്നു, ആദ്യം മുതൽ അവസാനം വരെ. ദിവസങ്ങൾ ഞാൻ ഈ ടിവിയുടെ മുമ്പിൽ നിന്ന് ഞാൻ മാറിയില്ല. കാരണം ആ ദുരന്തം കണ്ട് അത്രത്തോളം സഹിക്കാൻ വയ്യാത്തത് കൊണ്ടാണ് അത് നോക്കിയിരുന്നത്. അപ്പൊ ഇതൊന്നും മനസ്സിലാക്കണം, തിരിച്ചറിയണം. ഇതിനകത്തൊക്കെയുള്ള കള്ളത്തരങ്ങളും കൊള്ളത്തരങ്ങളും ഒക്കെ മാധ്യമങ്ങൾ കണ്ടുപിടിക്കുമെന്നും അത് പുറത്തേക്ക് വരുമെന്നും ഈ സർക്കാർ ഒന്ന് മനസ്സിലാക്കണം. അത് ഇനിയെങ്കിലും ഒരു നേർവഴിക്ക് നീങ്ങാനുള്ള ഒരു മനസ്സ് കാണിക്കുക. ദുരന്തങ്ങൾ ആഘോഷങ്ങളാക്കി മാറ്റരുത്. ദുരന്തങ്ങൾ പണമുണ്ടാക്കാനുള്ള ഒരു ഉപാധിയായിട്ട് മാറ്റരുത്. ദുരന്തം തന്നെയാണ്. അതിനകത്ത് അടിമപ്പെടുന്നവരാണ് അതിൽ സങ്കടപ്പെടുന്നവർ. തിരിച്ചറിയുക.